ഭയങ്കര വൈറലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മറന്നുപോയി ചോദിക്കാൻ ചേച്ചിനെ കണ്ടപ്പോ. ചെയ്യില്ല. കണ്ടിട്ടുണ്ടോ? അല്ല, റീല് കാണാം. റീല് കണ്ടാൽ മതി. എല്ലാവരും എക്സൈറ്റ് ചെയ്യിച്ചൊരു പേരാണ് രജത് കപൂർ. നെഹ്റുവായിട്ടും ഗാന്ധിയായിട്ടും അഭിനയിച്ച അവാർഡ് വാങ്ങിച്ച ആളാണ്. അതിന് വെയിറ്റ് ചെയ്ത ഡോണ്ട് വറി. ഗാന്ധിയുടെ ഒരു ശരീരപ്രകൃതി അല്ല. ഭാര്യ എന്നതിനെ കുറിച്ച് ചേച്ചിക്ക് പറയാനുള്ള ഒരു പെർസ്പെക്റ്റീവ് എന്താണ്? ഞാനൊരു ഭാര്യയായ എങ്ങനെ ഇരിക്കും? അങ്ങനെയല്ല, ഭാര്യയെ കുറിച്ചുള്ള സങ്കല്പം. അതിലിവിടെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളോട് ചുകന്നു അല്ലേ, ബ്ലഷ് ചെയ്തു. ചേച്ചി, ചേച്ചിയുടെ കണ്ണിന് ഇവിടെ ഭയങ്കര ആരാധകരുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിക്കും. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ എഡിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഞങ്ങളുടെ എഡിറ്റേഴ്സ് തമ്മിൽ അടി. ഞാൻ എഡിറ്റ് ചെയ്തോളാം, ഞാൻ എഡിറ്റ് ചെയ്തോളാം. ചേച്ചിയുടെ കണ്ണിന് ഭയങ്കര ആരാധകരാണ് ഞങ്ങളുടെ ഓഫീസിൽ. ഇപ്പോൾ ലെജൻസ് എന്ന് കാജൽ പറഞ്ഞുകൊണ്ട് മാത്രം റീസെൻറ്റ് കളങ്കാവൽ. മമ്മൂക്ക ആസ് എ പേഴ്സൺ ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരാളാണ്. എവറി പ്രോജക്ട് ദറ്റ് ഹി ഡസ് ആ ക്യാരക്ടർ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് മാറാണ്. ഹൗ ഡസ് വൺ പേഴ്സൺ കീപ് ദാറ്റ് ഫയർ അലൈവ്, യു നോ, ആൻഡ് ദ നീഡ് ടു ലേൺ മോർ. ആ ഒരു ഹങ്കർ ഉണ്ടല്ലോ. എന്ത് പറ്റി ഇങ്ങനെ ഇത്ര ഒരു ഗ്യാപ്പ്? ഇത് എഴുതാനുള്ള ഒരു ഗ്യാപ്പായിരുന്നോ? കുഞ്ഞ് ജനിച്ചു, ഡെലിവറി സമയത്ത് ഞാൻ അവനെ കയ്യിലെടുത്ത്, ഞാൻ ആ പൊക്കിൾക്കൊടി കട്ട് ചെയ്ത് എവറി ഡേ, എവറി വീക്ക്, എവറി മന്ത് ഞാൻ ആ ഗ്രോത്ത് സ്റ്റേജിലൊപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ 3 പേരും നിവിൻപോളിയായിട്ട് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. 3 പേർക്കും ഉണ്ടായിരുന്നു. എങ്ങനെയാണ് എനിക്ക് എല്ലാ സീനും എന്താണ് നിവിൻപോളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അടിപൊളി, നിവിൻ സൂപ്പറാ. ഫാർമ ഉടൻ വരുന്നു നിങ്ങളുടെ ജിയോ ഹോട്ട്സ്റ്റാറിൽ. ഹായ്, ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ദി ഷോ. ദിസ് ഇസ് മീ കാജൽ റിഷാദ്. ഡിസംബർ 19 തീയതി ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ആവാൻ പോകുന്ന ഫാർമ സീരീസിന്റെ വിശേഷങ്ങളായിട്ട് ആ ടീം ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. അപ്പോൾ 19 തീയതി റിലീസാണ്. അപ്പോൾ എന്ത് ജോണറാണ് സാർ ഈ ഒരു മൂവി? ഫാർമ ഒരു സോഷ്യൽ ഡ്രാമ ജോണറിൽപ്പെട്ട കഥയാണ്. KP വിനോദ് എന്നുള്ളൊരു മെഡിക്കൽ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ ലൈഫ് ജേണിയാണ് കഥ. ആ ജീവിതത്തിൽ അദ്ദേഹം കാണുന്ന കഥാപാത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ വന്നു പോകുന്ന ആളുകൾ, സാഹചര്യങ്ങൾ, അത് ഒരു ഫാർമസ്യൂട്ടിക്കൽ ഫാർമ ഇൻഡസ്ട്രിയുടെ പശ്ചാത്തലത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഒരു സോഷ്യൽ ഡ്രാമയാണ്. ഓക്കെ. ചേച്ചിയുടെ കണ്ണിന് ഇവിടെ ഭയങ്കര ആരാധകരുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിക്കും. ഇല്ല, ഞങ്ങളൊക്കെ തന്നെ. അതായത് കഴിഞ്ഞ ദിവസം നമ്മളൊരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എഡിറ്റിന് കൊണ്ടുപോയി. ഞങ്ങളവിടെ എഡിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഞങ്ങളുടെ എഡിറ്റേഴ്സ് തമ്മിൽ അടി. ഞാൻ എഡിറ്റ് ചെയ്തോളാം, ഞാൻ എഡിറ്റ് ചെയ്തോളാം. ചേച്ചിയുടെ കണ്ണിന് ഭയങ്കര ആരാധകരാണ് ഞങ്ങളുടെ ഓഫീസിൽ. താങ്ക് യു. അപ്പോൾ ഇതിൽ നമ്മൾ 3 നായികമാരെയാണ് കാണുന്നത്. ശ്രുതി ചേച്ചി, വീണു ചേച്ചി, അതുപോലെ തന്നെ മുത്തുമണി ചേച്ചി. മുത്തുമണി ചേച്ചിയുടെ ഹസ്ബൻഡ് തന്നെയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾ അല്ല, അതെ. ഓക്കെ. ഇപ്പം വീണു ചേച്ചിയുടെ ഒരു ബ്രേക്ക് ത്രൂ ക്യാരക്ടർ എന്നൊക്കെ പറയുന്നത് കെട്ടിയോളൻ്റെ മാലാഖ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ തന്നെയാണ്. അപ്പം എന്താ പറയുക, മലയാളികളുടെ ഒരു ഭാര്യ സങ്കല്പത്തെയൊക്കെ മാറ്റിമറിച്ച ഒരു സിനിമയായിരുന്നു അത്. അപ്പോൾ ചേച്ചിയുടെ ഒരു ഇതിൽ എന്താണ് ചേച്ചിയുടെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ്? ആസ് എ ഭാര്യ എന്നതിനെ കുറിച്ച് ചേച്ചിക്ക് പറയാനുള്ള ഒരു പെർസ്പെക്റ്റീവ് എന്താണ്? ഭർത്താവിനെ കുറിച്ചുള്ള സങ്കല്പം കേട്ടിട്ടുണ്ട്. ഇത് പറ. ഞാനൊരു ഭാര്യയായ എങ്ങനെ അങ്ങനെയല്ല, ഭാര്യയെ കുറിച്ചുള്ള സങ്കല്പം വീണ തന്നെ ആവണമെന്നില്ലല്ലോ ഭാര്യ. ഒരു ഭാര്യ എന്നുള്ള സങ്കല്പത്തിന് മേലെ ഐ തിങ്ക് ഇറ്റ്സ് ഇങ്ങോട്ടേക്ക് എന്താ വരുന്നതെന്നൊന്നും മാറ്റർ ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം, അങ്ങനെയായിരിക്കണം, അങ്ങനെയല്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൂ യു ആർ പെയർഡ് വിത്ത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഗീവ് ആൻഡ് ടേക്ക് ആണ് അത്. ലൈക്ക് അതാണ് ഒരു പേഷ്യൻസ്. ലൈക്ക് ഒരു സ്ഥലത്ത് പേഷ്യൻസ് കുറയുമ്പോൾ ഒരു സ്ഥലത്ത് അത് വിട്ടുകൊടുക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഇതാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണ് ഒരു ഭാര്യ ഇങ്ങനെ ആവണം, അല്ലെങ്കിൽ ഒരു ഭാര്യ എങ്ങനെയാണ്, അങ്ങനെയല്ല. ഈ ലോകത്ത് എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരാണ്. സോ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്ട്രെങ്ത്സും വീക്ക്നെസ്സും ഉണ്ട്. അപ്പോൾ അതിനെ മനസ്സിലാക്കുന്നൊരു പാർട്ട്ണർ കിട്ടുക, ആ ഒരു കോമ്പിനേഷനെ ഭയങ്കര അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു ഭാര്യ ഭർത്താവ് റിലേഷൻ എന്നാണ് എൻ്റെ ഒരു ഇതിൽ. അതിലിവിടെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളോട് 9 വർഷത്തെ പ്രണയം രണ്ടുപേരുണ്ട്. അങ്ങനെ വരാം. 9 വർഷത്തെ പ്രണയം, കല്യാണം. എങ്ങനെയാണ് നിങ്ങളുടെ തമ്മിലുള്ള ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത്? എങ്ങനെയാണ്? അടിപൊളി.
അല്ല ഐ മീൻ ചുകന്നു അല്ലേ ബ്ലഷ് ചെയ്തു. അതെ, ഐ തിങ്ക് ഏതൊരു റിലേഷൻഷിപ്പിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് എനിക്ക് മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്, കമ്മ്യൂണിക്കേഷൻ ആണ്. അത് നമുക്ക് ഈഗോ ഇല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് നമുക്ക് നമ്മളായി നിന്ന്, അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഗ്രോത്ത് അല്ല, ഇനി ഗ്രോത്ത് ഇസ് ഹെൽത്തി, ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇനി കമ്മ്യൂണിക്കേഷനും റെസ്പെക്റ്റും ഉള്ള ഒരു സ്ഥലത്ത് വി വിൽ ഗ്രോ ആസ് ബെറ്റർ പീപ്പിൾ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്, അപ്പോൾ വി ആർ ഓൾസോ വർക്കിംഗ് പാർട്ട്നേഴ്സ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ലൈക്ക് വർക്ക് ചെയ്യുമ്പോൾ ഈഗോ ഇല്ലായ്മ എങ്ങനെ, അവിടെയും കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ക്യാൻ ഓൾസോ ബി എ ഡയറക്ടർ ആക്ടർ റിലേഷൻഷിപ്പ്, റൈറ്റ്? സോ യെസ്, ഓഫ് കോഴ്സ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് വെരി അറ്റ് ദ ഫേസ് ഓഫ് ഇറ്റ് കുറേ ഡിഫറൻസസ് ഉണ്ടാവുമായിരിക്കും. ബട്ട് അത് എനിക്ക് ഭാര്യ സങ്കല്പം അങ്ങനെ ഒന്നുമില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ടു പീപ്പിൾ ഹു ഹവ് ഡിസൈഡഡ് ടു live together, partner together, work together, എന്താണെങ്കിലും just respect and communication. ഓക്കെ. നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നോ? അതെ. ഓക്കെ. മുത്തുമണി ചേച്ചി ഇതിനകത്തുണ്ട്, ജീവിതത്തിലുണ്ട്. അപ്പൊ എങ്ങനെയാ ഇതിലേക്ക് എങ്ങനെ, അതായത് എഴുതിയപ്പോ പറഞ്ഞോ എനിക്ക് ക്യാരക്ടർ തന്നില്ലെങ്കിൽ ഞാൻ വീട്ടിൽ നടക്കത്തില്ല? ഞാനിപ്പോ ഈ എൻ്റെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലെ കഥകൾ ആദ്യം കേട്ട ആളാണ് മൊത്തം, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ എഴുതാൻ പോകുന്ന എല്ലാ കഥകളും എല്ലാ പ്രൊജക്റ്റുകളും എല്ലാം അറിയാം. വി പ്രാക്ടിക്കലി ഗ്രൂ ടുഗദർ ഇൻ ലൈഫ്. ഇറ്റ്സ് ബീൻ ക്വൈറ്റ് എ ലോങ് ടൈം സിൻസ് വി ഗോട്ട് മാരീഡ്. സോ ഞങ്ങൾ രണ്ട് സുഹൃത്തുക്കളാണ്. ഞങ്ങൾ രണ്ടുപേരും ഈ യാത്ര തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി. സോ ഷീ നോസ് ഓൾ ദ ക്യാരക്ടേഴ്സ്, എവറിത്തിങ്, ദ സ്റ്റോറി, എവറിത്തിങ്. ഇതിനകത്ത് ഒരു കോർപ്പറേറ്റ് ക്യാരക്ടറാണ്. അത് മുത്തുമണി കോർപ്പറേറ്റ് വേൾഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഷീ ക്യാൻ വെരി ഈസിലി റിലേറ്റ് ടു ക്യാരക്ടേഴ്സ്, അതിൻ്റെ ഒരു മാനറിസംസും കാര്യങ്ങളും ഒക്കെ. മുത്തിന് വളരെ മാച്ചിങ് ആയൊരു റോളും ആയിരുന്നു. മുത്ത് ഇതുവരെ ചെയ്യാത്തൊരു തരത്തിലുള്ള വേഷമാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. പിന്നെ ദാറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ തിങ്. അതായത് ഇൻ ഹൗസ് ഒരു ആക്ടർ ഉണ്ട്, ഷീസ് എ ടാലന്റഡ് ആക്ടർ, അല്ലാണ്ട് അഭിനയം അറിയാതെ ഒരു അങ്ങനെ ഇതിലോ ഇതിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളല്ലല്ലോ. ഷീസ് എ വെരി ടാലന്റഡ് ആക്ടർ. അപ്പോൾ നമ്മുടെ ഇൻ ഹൗസ് തന്നെ ഒരു ആക്ടർ ഉള്ളപ്പോൾ ഇറ്റ്സ് മോർ ഈസി ടു കമ്മ്യൂണിക്കേറ്റ് ടു ഈച്ച് അതർ ആൻഡ് നോ ദ ക്യാരക്ടർ. സോ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ തിങ്. അങ്ങനെ ഇൻ ഹൗസ് ഉള്ള ഒരാൾക്ക് തന്നെ ആ ഒരു ഇത് കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പം വിൻചേച്ചിക്ക് ഇപ്പം ഇനിയിപ്പോൾ ഒരു ലൈഫിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യാൻ ആഗ്രഹമുള്ള എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഉണ്ടോ? കോപ്പ് റോൾ ചെയ്താൽ കൊള്ളാമെന്ന്. അതല്ല, ഉണ്ട്. അതായത് ഒരു മുടിയൊക്കെ കെട്ടി ഞാനൊന്ന് ആലോചിച്ച് നോക്കിയോ എങ്ങനെ ഇരിക്കും. ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഞാൻ UPSCക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ സമയത്ത് ഉണ്ടായിരുന്നു. ഞാൻ UPSCക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് IPS ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ടാവാം ഐ റിയലി വോണ്ട് ടു പ്ലേ എ കോപ്പ് ക്യാരക്ടർ. പിന്നെന്താ വെച്ചാൽ അതൊരു പഴയ സങ്കല്പമാണ്. ആക്ച്വലി നമ്മൾ പോലീസ് ആവുന്നു അല്ലെങ്കിൽ ഒരു മാസ്കുലിനിറ്റി ഡിഫൈൻഡ് ആയ റോൾസിലേക്ക് ഒരു പെൺകുട്ടി വരുന്ന സമയത്ത് മുടി ഉണ്ടെങ്കിൽ കുഴപ്പം, ആ കാലമൊക്കെ ശരിക്കും കഴിഞ്ഞു. അത്രയും ജെൻഡർ ബൗണ്ടറീസ് ഒക്കെ മാഞ്ഞു കഴിഞ്ഞു. ഇന്ന് യു ക്യാൻ ബി ആസ് ഫെമിനൈൻ ആസ് യു വാണ്ട്, അറ്റ് ദ സെയിം ടൈം യു ക്യാൻ ബി എ കോപ്പ് ആസ് യു ലൈക്ക്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഫോറൻസിക് എക്സ്പേർട്സ് അല്ലെങ്കിൽ സർവീസിലുള്ള പലരും ഇതെല്ലാം അത്തരം ജെൻഡർ ബൗണ്ടറീസ് ഒന്നും ഉണ്ട്. പക്ഷെ അതെല്ലാം മാറി തുടങ്ങിയെന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടം. ലുക്സിൽ എല്ലാം. അപ്പൊ പണ്ട് നമ്മളൊരു പോലീസുകാരി ആണെങ്കിൽ നമ്മൾ മാസ്കുലിനിറ്റിയിലേക്ക് കൂടുതൽ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് മുടി മുറിച്ച് ഭയങ്കര ദേഷ്യപ്പെടണം എന്നൊക്കെയുള്ള ചില സങ്കല്പങ്ങളുണ്ടല്ലോ. വൈജയന്തി IPS ആവണം എന്നൊക്കെ. അങ്ങനൊന്നും ഇന്ന് ഇല്ല. ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് ഓഫീസറെ നോക്കിയാൽ അതിൻ്റെ അകത്ത് ഫെമിനിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അതൊക്കെ ഇൻഡിവിജ്വൽ ചോയ്സുകളാക്കി നമ്മൾ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് മുടി മാറ്റണ്ട, പോലീസ് ആയാലും. Unless and until the director really wants me to. In the end അത് ഒരു ഡയറക്ടറുടെ വിഷൻ ആണല്ലോ. അപ്പോൾ ഡയറക്ടറിന് അങ്ങനെ ഒരു വിഷൻ ഉണ്ടെങ്കിൽ ഓക്കെ. ശ്രുചേച്ചി കുറേ പേരുടെ കൂടെ ആക്ട് ചെയ്തിട്ടുണ്ട്, ഒരു കുറേ ലെജൻസിൻ്റെ കൂടെ ഒക്കെ ആക്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഈ ആരെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ട് അതിൽ നിന്നും എന്തെങ്കിലും ഇൻസ്പയർഡ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ട് ഇത്ര എന്തെങ്കിലും ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ ലെജൻസ് എന്ന് കാജൽ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പറയുന്നത് റീസെൻറ്റ് കളങ്കാവിൽ. അപ്പോൾ കളങ്കാവിലിൻ്റെ ഈ പ്രൊമോഷൻ്റെ ടൈമിൽ ഇൻ്റർവ്യൂസിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. ബട്ട്
അത് അത് എത്ര പറഞ്ഞാലും മതിയാവില്ല എന്ന് തോന്നുന്നു. ദാറ്റ് മമ്മൂക്ക എന്നൊരു സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ 100% നമുക്ക് പഠിക്കാൻ ഒരു 100 കാര്യങ്ങളുണ്ടാവാം, 2 കാര്യങ്ങളുണ്ട്. ദാറ്റ് ഈസ് എ ഗിവൻ ഐ തിങ്ക്. പക്ഷേ ആസ് എ ആക്ടർ വർക്കിംഗ് ഓപ്പോസിറ്റ് ഹിം, ഞാൻ ആഫ്റ്റർ കട്ടാണ് എനിക്ക് ഏറ്റവും എന്താണ് ആയിട്ട് ഞാൻ നോക്കി നിന്ന ഒരു സിറ്റുവേഷൻ. കാരണം മമ്മൂക്ക ആസ് എ പേഴ്സൺ ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരാളാണ്, ഒരുപാട് കുട്ടിത്തമുള്ള ഒരാളാണ്. അപ്പോൾ ആ ക്യൂരിയോസിറ്റി അതൊക്കെയാണ് ഒരാളെ ഇനിയും പഠിക്കണം, എനിക്ക് ഇനിയും പഠിക്കണം, എനിക്ക് ഇനിയും ക്യാരക്ടേഴ്സ് ചെയ്യണം, ഇനിയും അടിപൊളിയായിട്ടുള്ള വേഷങ്ങൾ ചെയ്യണം. യു വിൽ റീച്ച് എ പോയിന്റ് വെ യു തിങ്ക് ഇനി എന്ത് വേഷമാണ് മമ്മൂക്കയ്ക്ക്. ബട്ട് ദെൻ ഹിസ് റെപ്പറ്റ്വാർ ഓഫ് വർക്ക് ഇപ്പം നമ്മൾ കാണുമ്പോൾ എവറി പ്രോജക്റ്റ് ദറ്റ് ഹി ഡസ് ആ ക്യാരക്ടർ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് മാറുകയാണ്. സോ ദെൻ ഐ ഹവ് ഓൾവേസ് വണ്ടേർഡ് ഇത് എങ്ങനെയാണ്, ഹൗ ഡസ് വൺ പേഴ്സൺ കീപ് ദറ്റ് ഫയർ അലൈവ്, ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ഹിസ് ക്യൂരിയോസിറ്റി ഐ തിങ്ക് ആൻഡ് ദ നീഡ് ടു ലേൺ മോർ. ആ ഒരു ഹങ്കർ ഉണ്ടല്ലോ, സോ ക്യൂരിയോസിറ്റി. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇഫ് യു ആസ്ക് ഏത് ലെജൻഡിൻ്റെ ഇതാണ് അത് മമ്മൂക്ക. ബട്ട് എല്ലാവരുടെ കയ്യിൽ നിന്നും ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് ബിൻ ലവ്ലി. വിജയ് ദേവരകൊണ്ടയുടെ ഒരു ആ സമയത്ത് ഒരു ഇന്റർവ്യൂവിൽ ഒരു ക്ലിപ്പ് ഭയങ്കര വൈറലായിരുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മറന്നുപോയി ചോദിക്കാൻ ചേച്ചിനെ കണ്ടപ്പോ. ചെയ്യില്ല, ഞാൻ കൊറേ ചെയ്ത് അലമ്പായിരുന്നു. വേണ്ട വേണ്ട വേണ്ട, അത് വേണ്ട, അത് യൂട്യൂബിലുണ്ട്. ഞാൻ കൊറേ ഇന്റർവ്യൂസിൽ ചെയ്തു. വേണ്ട കാജൽ പ്ലീസ്, ഞാൻ പിന്നെ കാണിച്ചു തരാം, ഒറ്റയ്ക്ക് കാണിച്ചു തരാം. കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, മേ ബി നോട്ട് ഗുഡ്. റീല് കണ്ടാ മതി. അത് മെനി ഇയേഴ്സ് ബാക്ക്, അത് കഴിഞ്ഞു. 2019 ഫൈനൽസിന് ശേഷം സാറിന്റെ അടുത്ത ഒരു സീരീസ് ആണിത്. എന്ത് പറ്റി ഇങ്ങനെ ഇത്ര ഒരു ഗ്യാപ്പ്? ഇത് എഴുതാനുള്ള ഒരു ഗ്യാപ്പായിരുന്നോ അതോ? എഴുതാനുള്ള ഗ്യാപ്പ് മാത്രമല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ചില നിമിഷങ്ങൾ ആസ്വദിച്ച് ജീവിക്കുകയായിരുന്നു. കുഞ്ഞ് ജനിച്ചു, ഹോൾ പ്രഗ്നൻസി ടൈം, അതിൻ്റെ ഒരു പെറ്റേണിറ്റി ബ്രേക്ക് ഉണ്ടായിരുന്നു. പ്രഗ്നൻസി ടൈം മുതൽ ഡെലിവറി സമയത്ത് ഞാൻ അവനെ കയ്യിലെടുത്ത്, ഞാൻ ആ പൊക്കിൾക്കൊടി കട്ട് ചെയ്തത്. അത് തൊട്ട് എവ്രി ഡേ, എവ്രി വീക്ക്, എവ്രി മന്ത് ഞാൻ ആ ഗ്രോത്ത് സ്റ്റേജിലൊപ്പം തന്നെ ഒരുപാട് വർഷം കൂടെ ഉണ്ടായിരുന്നു. അത് വലിയ കാര്യമൊന്നുമല്ല, എല്ലാവരും ഉണ്ടാവണം. ഇഫ് യു ഹാവ് എ കിഡ് യു ഹാവ് ടു ബി വിത്ത് ദ കിഡ്. ഞാൻ ഒരുപാട് വർഷത്തിന് ശേഷമാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയും കൂടെ ഒരുപാട് സമയം ചെലവഴിക്കുന്നത്. കാരണം വളരെ ചെറിയ പ്രായത്തിൽ വീട്ടിൽ നിന്ന് മാറി നിന്നാണ് പഠിച്ചത്, വളർന്നതൊക്കെ. ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമ ഏത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമല്ല ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമെന്ന് ഞാൻ ഏറ്റവും തിരിച്ചറിഞ്ഞത്. പിന്നെ കോവിഡ് വരുന്നു. കോവിഡിന് ശേഷം എനിക്ക് തോന്നുന്നൊരു ഓൾമോസ്റ്റ് 3.5 years മുമ്പാണ് ഇവരോടൊക്കെ സംസാരിച്ചൊരു 3.5 വർഷത്തോളം ഫാർമയുടെ കൂടെയായിരുന്നു. ഒപ്പം വേറൊരു വെബ് സീരീസ് മറ്റൊരു OTTക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞു. മറ്റൊരു സിനിമ ഉണ്ടായിരുന്നു. സോ ലോട്ട് ഓഫ് വർക്ക്സ് ആക്ച്വലി ഹാപ്പൻഡ്. അതിൽ റിലീസ് വരുന്നത് ഈ ഫാർമ ശരിക്കും എൻ്റെ പ്രീമിയർ കഴിഞ്ഞ നവംബറിൽ IFFയിൽ ഉണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ റിലീസ് ഈ ഡിസംബർ ആയെന്ന് മാത്രമേ. അതിനിടയ്ക്ക് OTTയുടെ നെയിം ചേഞ്ചും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റിലീസ് ഇപ്പോൾ എന്നുള്ളതായിരുന്നു. പക്ഷേ ഏറ്റവും തിരക്ക് പിടിച്ച് ഓടി നടന്ന ഒരു 6 വർഷമായിരുന്നു 2019-25 ഇടയ്ക്ക്. ഓക്കെ ചേച്ചി ഫിലിമിന് വേണ്ടിയിട്ട്, ഏതെങ്കിലും ഒരു ഫിലിമിന് വേണ്ടിയിട്ട് ലൈഫിൽ എന്തെങ്കിലും കാര്യത്തിനോട് നോ പറഞ്ഞിട്ടുണ്ടോ? അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഭയങ്കര നെഗറ്റീവ് ഷെയ്ഡ്സ് എന്തെങ്കിലും വന്നു, ചേച്ചിക്ക് ഒരു റോൾ വന്നു, അപ്പോൾ അത് ചെയ്താൽ ആളുകൾ എന്ത് വിചാരിക്കും എന്നോർത്ത് ഞാൻ നോ പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം നമ്മൾ ആസ് എൻ ആക്ടർ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. വി ഷുഡ് ബി ഓപ്പൺ ടു എനിത്തിങ് ആസ് എൻ ആക്ടർ. അതല്ല ഒരു ആക്ടറുടെ ബ്യൂട്ടി. വി ഷുഡ് നെവർ തിങ്ക് ദ കോൺസിക്വൻസസ്. ഒയ്യോ എന്നെ ആൾക്കാർ ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ ഇത് ചെയ്താൽ ശരിയാവില്ല, അല്ലെങ്കിൽ ഇത് കാണിച്ചാൽ ഇങ്ങനെയാവും, അങ്ങനെയല്ല. അവിടെ നമ്മൾ ക്യാരക്ടറാണ്. നമ്മളൊരു ആക്ടറായ അപ്പം തൊട്ട് നമ്മളെ കംപ്ലീറ്റ്ലി ഓൺ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ലൈക്ക് വി ആർ ക്യാരക്ടേഴ്സ് എന്നുള്ളത്. അപ്പോൾ അതിന് ഞാൻ അങ്ങനെ ഒരിക്കലും ചിന്തിക്കാറില്ല ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നം വരും, അങ്ങനെ പ്രശ്നം വരും എന്നില്ല. ഇല്ല. അപ്പോൾ സാറിൻ്റെ ഇപ്പം കഥാപാത്രങ്ങൾ ഇപ്പം 2019 നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ രജിഷ വിജയനാണ് കേന്ദ്ര കഥാപാത്രം. ഇതിലാണെങ്കിലും 3 സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. ഇല്ലേ? ഉണ്ട്. ശ്രുതി ജയൻ ഒരു പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ചോദിച്ചു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു റൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ
എഴുതുന്നതാണോ അതോ വന്നു പോകുന്നതാണോ? അത് വന്നു പോകാതിരിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് എൻ്റെ മറു ചോദ്യം. ഓക്കെ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പുരുഷന്മാരും സ്ത്രീകളും ഇരിക്കെ ഏതൊരു വ്യക്തിയുടെ കഥ പറയുമ്പോഴും അതിനകത്ത് പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടായിരിക്കും. അപ്പോൾ ആ കഥയുടെ ഒഴുക്കിൽ സ്വാഭാവികമായി ആര് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സൈക്ലിസ്റ്റ് ഒരു പെൺകുട്ടി അച്ഛനുമാണ്. അപ്പോൾ പെൺകുട്ടിയുടെ അച്ഛൻ്റെയും കഥയാണ് വിജയൻ അഭിനയിക്കുന്നത് സ്ത്രീ കേന്ദ്ര കഥാപാത്രമാവുന്നു. ഇത് കെ പി വിനോദ് എന്നുള്ളൊരു സെയിൽസ്മാൻ്റെ യാത്രയാണ്. ആ കെ പി വിനോദിന്റെ ജീവിതത്തിൽ കടന്നു പോകുന്നവരിൽ പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട്. അത് പുരുഷന്മാരും സ്ത്രീകളും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു കഥ എങ്ങനെ മുന്നോട്ട് പോകുന്നു അതനുസരിച്ചിട്ട് ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുകയും ക്യാരക്ടേഴ്സ് വഴി കഥ പറയുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. ഒരു അറ്റ്ലീസ്റ്റ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ കോൺഷ്യസ് ആയിട്ട് ഓക്കെ അടുത്തത് നമുക്ക് സ്ത്രീ കഥാപാത്രത്തിലേക്കാം എന്ന് ചിന്തിക്കാറില്ല. പക്ഷെ ആസ് എ റൈറ്റർ എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന കഥകളിൽ സ്ത്രീ കേന്ദ്രീകൃത കഥാപാത്രങ്ങൾ ഉള്ള കഥകൾ സ്ക്രിപ്റ്റുകളുമുണ്ട്, അങ്ങനെ അല്ലാത്തതുമുണ്ട്. ഓക്കെ. നമ്മളിപ്പോൾ ഇതിൽ കണ്ടു രജിത് കപൂർ സാർ ഇതിലുണ്ട്. എങ്ങനെയാണ് ആ സാറിലേക്ക് ആ ഒരു റോൾ എത്തിപ്പെട്ടത്? ഇത് ഡോക്ടർ രാജീവ് റാവു എന്ന് പറയുന്നൊരു ഡോക്ടറുടെ ക്യാരക്ടറാണ്. അപ്പോൾ രാജീവ് റാവു ഒറിജിൻ അത് കേരളത്തിൽ നിന്നല്ല. അപ്പോൾ ആ ഡോക്ടറുടെ ക്യാരക്ടർ ചെയ്യാനായിട്ട് ഒരാൾ വേണമെന്ന് പറഞ്ഞ് പല മുഖങ്ങളും ഞങ്ങൾ തിരഞ്ഞിരുന്നു. എല്ലാവരും എക്സൈറ്റ് ചെയ്യിച്ചൊരു പേരാണ് രജിത് കപൂർ. ദ മൊമെന്റ് വി ഫൗണ്ട് രജിത്, വി കുഡ് മീറ്റ് ഹിം ആൻഡ് രജിത്ത് എസ് പറഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എല്ലാവരും ഇദ്ദേഹം എന്ന് വരും എന്നുള്ളതായിരുന്നു. കാരണം ഒരു ആക്ടിങ് സ്കൂളാണ് അദ്ദേഹം. ദ വേ ഹി പ്രിപ്പയർ ഫോർ ദ ക്യാരക്ടർ ഇൻക്രെഡിബിൾ. ഐ റിയലി ചെറിഷ് ഈച്ച് മൊമെന്റ് ദാറ്റ് ഐ കുഡ് ഷെയർ വിത്ത് ഹിം. ഒരുപാട് പഠിക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ്. എൻ്റെ മലയാളം പഠിച്ചിട്ടാണ് അദ്ദേഹം സെറ്റിലേക്ക് വരുന്നത്. ഒരു ട്യൂഷൻ വെച്ച് എൻ്റെ സ്ക്രിപ്റ്റ് ഡയലോഗുകൾ കാണാപ്പാടം പഠിച്ച് പ്രോംപ്റ്റിങ്ങിലേക്ക് ഡിപ്പെൻഡ് ചെയ്യാതെ ഈ മലയാളം മുഴുവൻ പഠിച്ചിട്ടാണ് മലയാളം അറിയാത്ത അദ്ദേഹം ഇവിടെ വന്ന് അഭിനയിച്ചത്. ഗ്രേറ്റ് ലെജൻഡ്. നെഹ്റുവായിട്ടും ഗാന്ധിയായിട്ടും അഭിനയിച്ച അവാർഡ് വാങ്ങിച്ച ആളാണ് അദ്ദേഹം. സർദാർ പട്ടേലായിട്ടും അഭിനയിച്ചു. അതിന് വെയിറ്റ് ചെയ്ത ഫിസിക്കലി ഡിഫറെൻ്റ് ആയ 3 പേഴ്സണാലിറ്റീസിനെ. ഗാന്ധിയുടെ ഒരു ശരീരപ്രകൃതി അല്ല, ഗാന്ധിയുടെ ഒരു ശരീരപ്രകൃതി അല്ല നെഹ്റുവിൻ്റെ അല്ല പട്ടേലിന്. ഇത് 3 ഇന്ത്യൻ സിനിമയിൽ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ പണിയല്ല. അതൊന്ന് കൺവിൻസിങ് ആയിട്ട് എത്ര ദേശീയ അവാർഡുകൾ വാങ്ങിച്ച അദ്ദേഹം ഇതിൻ്റെ ഈ കഥയുടെ ഒരു സോള് തിരിച്ചറിഞ്ഞു. അതിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ നമുക്കുള്ളത് നരേനുണ്ട്. നരേനിൻ്റെ ഒരു ഡോക്ടർ കപ്പിൾ, ഡോക്ടർ ജാനകിയും ഡോക്ടർ വിജയും. അപ്പോൾ ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും ഏത് നാട്ടിൽ ചെന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡോക്ടർ കപ്പിളിനെ കാണാൻ പറ്റും. എ വെരി ഹാപ്പി ഡോക്ടർ കപ്പിൾ ഹു മെറ്റ് ഡ്യൂറിങ് ദ പഠിത്തത്തിനിടയ്ക്ക്. ഡോക്ടർമാരുടെ പ്രണയം ഭയങ്കര രസകരമാണ്. കാരണം അത്രയും പഠിക്കാനുണ്ട്, അത്രയും പണിയെടുക്കാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവരൊരു ഒരു തുടങ്ങുന്ന പ്രണയബന്ധങ്ങൾ ഒരുപാട് കാണാം. അങ്ങനെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ക്യാരക്ടറാണ് ഡോക്ടർ വിജയ്. നല്ല ക്യാരക്ടറാണ് നരേൻ ചെയ്യുന്നത്. അതുപോലെ ബിനു പപ്പു ഒരു നിവിൻ ചെയ്ത കെ പി വിനോദ് എന്നുള്ള ക്യാരക്ടറിൻ്റെ ബോസ് ക്യാരക്ടറാണ് അലക്സ് എന്നുള്ള ക്യാരക്ടർ. ശ്രുതി ജയൻ അതിൻ്റെ അകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ശ്രുതി ജയൻ. സാഫ് ബോയ്, സാഫ് വൻ താരമാണ് ഇപ്പോൾ പടക്കളവും എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ സാഫ് ഇതിൻ്റെ അകത്ത് വളരെ രസകരമായ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ആലേഖ് കപൂർ ഇതിൻ്റെ അകത്തൊരു എക്സിക്യൂട്ടീവ് വേഷം ചെയ്യുന്നുണ്ട്. സിദ്ധാർത്ഥ്. ഇങ്ങനെ ഓരോ എപ്പിസോഡും കാണുന്നതോറും ഓരോരുത്തരിലേക്ക് കൂടുതൽ ടോട്ടൽ എത്ര എപ്പിസോഡാണിത്? 8 എപ്പിസോഡ്. ഓക്കെ. അപ്പം നമുക്ക് ചെറിയൊരു റാപ്പിഡ് ഫയറോട് കൂടിയിട്ട് ഈ ഒരു ഇന്റർവ്യൂ അങ്ങോട്ട് അവസാനിപ്പിക്കാം. ഓക്കെ, ചേച്ചി തുടങ്ങാം. ഫിലിമിൽ വന്നില്ലെങ്കിൽ ആരായനെ? പോലീസ്. ഭയങ്കര നിശ്ചയദാർഢ്യമുള്ള കുട്ടികൾ. ഓക്കെ. സാറിന് കണ്ടതിൽ വെച്ച് ഏറ്റവും സങ്കടം തോന്നിയ ഒരു സിനിമ? ഇപ്പോൾ ഹോം ബൗണ്ട്. ഏറ്റവും അവസാനം കണ്ടതിൽ ഹോം ബൗണ്ട് കണ്ട് ശരിക്കും ഫീൽ ചെയ്തു. ഓക്കെ, ലാസ്റ്റ് കണ്ടത്. ഓക്കെ, ഫൈൻ. ശ്രുചേച്ചിയിൽ ഇപ്പം മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മറക്കാനാവാത്ത ഒരു ഡയലോഗ് ചേച്ചി പറഞ്ഞതിൽ? മറ്റേ വെന്നിസിലെ പിങ്ക് പാസ്തേനെ കുറിച്ച് ആ കിച്ചണിലിരുന്നത് അതായിരിക്കും. വെന്നിസില് കിട്ടുന്ന കള്ള് എന്നൊക്കെ. അത് ഭയങ്കര അടിപൊളിയായിട്ട് നറേറ്റ് ചെയ്ത് പറഞ്ഞു. ഓക്കെ. കഴിച്ചിട്ടുണ്ടോ അത്? ഇല്ല, പക്ഷെ കുറെ പേര് അവിടെ പോയിട്ട് അതിന്റെ ഫോട്ടോസും വീഡിയോസും റീൽസ് ഒക്കെ ആക്കിയിട്ട് അയച്ചു തരുമോ? ഓക്കെ. സാർ മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു ഹാബിറ്റ്? വള്ളി ചോദ്യങ്ങളൊക്കെ. സോഷ്യൽ മീഡിയ ഉപയോഗം കുറയ്ക്കണമെന്നില്ല. പുതിയ ആളുകളുമായിട്ട് പെട്ടെന്ന് കൂട്ടുകൂടുന്നത് ആരാ ഇതിൽ 3 പേരിൽ?
അതായത് ആളുകളായിട്ട് സംസാരിക്കാൻ അധികം ബുദ്ധിമുട്ടില്ല. ഫോർ ഷുവർ ശ്രുതി ആയിരിക്കും. എനിക്ക് ബുദ്ധിമുട്ടില്ല. ഇല്ല. ഓക്കെ ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫാർമ എന്താണ് പ്രേക്ഷകർക്ക് തരാൻ പോകുന്നത്? ചോദ്യങ്ങൾ. ഓക്കെ, മാത്രമേ ഉള്ളൂ. നമ്മൾ ആൻസർ കണ്ടുപിടിച്ചാണോ? ഇത് റീലായിട്ട് കട്ട് ചെയ്ത് വരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കടന്നു. ചോദ്യങ്ങൾ. ഓക്കെ, ചോദ്യങ്ങൾ. ബാക്കിയെല്ലാം കാണാം. ഇനിയിപ്പം 19-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിൽ കാണാം എന്താണ് ഫാർമ എന്നുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഓൾ ഓഫ് യുവർ ടൈം. താങ്ക് യു. വെരി ഫണ്ണി കോൺവെർസേഷൻ. താങ്ക് യു കാജൽ.